ഹായ് ഡിയർ പാരൻസ്, ഇന്നത്തെ ലൈവ് ಎಲ್ಲರೆയും നിങ്ങളെ ഞാൻ വെൽക്കം ആക്കിയിട്ടുള്ളേ. റൈറ്റ്, എല്ലാ ലൈവ് നിങ്ങൾ കേട്ടോണ്ടുള്ളാറല്ലേ? ഓക്കെ, അതിൽ ഓരോ കമൻറ്റ് ബോക്സ് കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ ആക്കിക്കൊണ്ടുള്ള വിഷയ സ്കൂളിൻ്റെ കാരണം കൊണ്ടിട്ടു മക്ക പഠിപ്പಲು ಬ್ಯಾಕ್ಔಟ್ ಆಗುಲ್ಲ ರೀಸನ್ಸ್ ಆಯ್ತಿಕ್ರೆ ಕಾರಣ ಆಯ್ತಿಕ್ರೆ ನಂಗೆ ಡಿಸ್ಕಷನ್ ಹಾಕಿ ಉಂಟುಲ್ಲೇ. അതിൽ ഞങ്ങൾ ഒന്നുകൂടി ഞാനൊന്ന് റിപ്പീറ്റ് ആക്കിற ഒന്ന് ലാക്ക് ഓഫ് ക്വാളിഫൈഡ് ആൻഡ് ഏബിൾ ടീച്ചേഴ്സ്. കാലത്ത് ಗೊತ್ತಿಟ್ಟು ഏബിൾ അല്ലാത്ത ടീച്ചേഴ്സ് ഒരു കാരണം. സ്കൂൾ അറ്റ്മോസ്ഫിയർ, സ്കൂളിലെ ചുറ്റുപാട് ഏത് ടൈപ്പിലാവുന്നുണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയ. മൂന്നാമത്തേത് സ്കൂളിൻ്റെ ലേണിംഗ് ഫെസിലിറ്റീസ്, അത് ഏത് ടൈപ്പിലുണ്ടുള്ളത് ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയിട്ടായിട്ട്. നാലാമത്തേത് കഴിഞ്ഞ ഇതിലാണ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിലുള്ള റിലേഷൻസ്, ಅದರ ಬಗ್ಗೆയും ನಾನು ഡിസ്കഷൻ ആക്കിയിട്ടു. ഇന്ന് ഇപ്പം ഉണ്ട് ഞങ്ങളെ സ്കൂൾസിലു പണ്ടിലിപ്പിൻ്റെ മീ കണ്ടുകൊണ്ടുള്ള ഒരു ഇതായിട്ടിക്കറ് പീർ ഗ്രൂപ്പ്സ് അത്, അതായത് റാഗിങ് അത് ഇത് എല്ലാം നടക്കുന്ന കുറേ സ്കൂൾസ്. സീനിയേഴ്സ് അതിരെ ജൂനിയേഴ്സ് അറ്റാക്ക് ആക്കറേ, അല്ലെങ്കിൽ അങ്ങനെ ഇടയിൽ അടിപിടി ആവറേ. സ്കൂൾ ക്യാമ്പസിലാവാ അല്ലെങ്കിൽ സ്കൂളിലെ പുറത്തിലും ആവാം. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും റാഗിങ്ങും അത് ഇത് എല്ലാം നടക്കുന്ന ഒരു സ്കൂളായെങ്കിൽ അവിടെ സ്കൂൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടിക്കറ് ಇದರ ಮುಖಾಂತರ ಈ ಮಕ್ಕ ಎಂದರವರಾರು ಬ್ಯಾಕ್ವರ್ಡ್ ಆവുക ചാൻസസ് യാറ. അപ്പം അങ്ങനെയുള്ള സ്കൂൾസ് എല്ലാം ഇന്നെങ്കിൽ അവിടെ സ്കൂളിലു മക്കളെ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അവിടുത്തെ കണ്ടീഷൻ വെക്കണം. ഇനി റാഗിങ് അങ്ങനത്തെ ഇങ്ങനത്തത് എന്തെങ്കിലും നിങ്ങളെ ഭാഗത്തിൽ കണ്ടെങ്കിൽ അപ്പമേ ഞങ്ങൾ കൊടുത്ത റൂൾസ്, സ്കൂൾ റൂൾസ് പ്രകാരം ഡിബാറായിട്ടിക്കറ്. പിന്നെ ഇനി എത്ര വലിയ ഇൻഫ്ലുവൻസറങ്ങളെ കൊണ്ടുവന്നെങ്കിലും ഇത് ഞങ്ങളൊട്ടിಗೆ നടക്കല ചെന്നിട്ടു. ഫസ്റ്റിಗೆ ഈ പാരൻസിനെ ഈ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഇതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്കൂളിൻ്റെ അങ്ങനെയുള്ള കറക്റ്റ് വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഈ റാഗിങ് അത് ഇത് എല്ലാം സ്കൂളിൽ എന്തായാലും നടക്കല. റൈറ്റ്, അപ്പം അത് അങ്ങനെയുള്ള റൂൾസ്, അങ്ങനെയുള്ള വിഷയത്തിൽ ഡിസ്കഷൻസ് അത് ഇതെല്ലാം ഇന്നില്ലെങ്കിൽ അവിടെ എന്തരാവറു ഈ ജൂനിയേഴ്സും സീനിയേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ക്ലാസ് റൂംസിലെ അതിരപ്പുറത്തിപ്പുറത്ത് ഗ്രൂപ്പ് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇവിടെ റാങ്കിങ് അത് ഇതെല്ലാം നടക്കരുത്. അപ്പം ഇങ്ങനെയെല്ലാം ഇക്കുമ്പോഴത്തേക്കു ഈ മക്കളെ കോൺസെൻട്രേഷന് യാരത്തത് ಅದಕ್ಕೆ പോണ്ടു, സ്റ്റഡീസിಗೆ ಯಾರತ್ತ കോൺസെൻട്രേഷൻ പോണ്ടില്ല. അവിടെ ഇന്ത്യ എങ്ങനെ അറ്റാക്ക് ആക്കണു അപ്പറ ഇപ്പറ ഇങ്ങനെ ഈ ടീച്ചേഴ്സ് സ്കൂളിൽ എന്തൊരു ക്ലാസ്സസ് എടുക്കുമ്പോൾ ഇങ്ങനെ കോൺസെൻട്രേഷൻ ഔട്ട് ഓഫ് കവറേജ് ആയിട്ട്. അപ്പം ഈ വിഷയത്തിലും സ്കൂൾ സൈറ്റിക്കർ ഇതിലെ റെസ്പോൺസിബിലിറ്റി എടുക്കണായത്. ഇനി നെക്സ്റ്റ് ഓവർ ക്രൗഡഡ് ക്ലാസ് റൂംസ്, ഓവറായിട്ടുള്ള, അതായത് ഒരേ ക്ലാസ് റൂമിൽ ചമ്മമക്ക, ഒരേ ക്ലാസ് റൂമിൽ ചമ്മമക്ക. ഈ ദെക്കൊകായെങ്കിലും അങ്ങനെ വലിയ സൗകര്യ അത് ഇത് എല്ലാം ഇന്നില്ലെങ്കിലും ആ ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന മക്കൾക്ക് അവിടെ ഈ പഠിപ്പിലു ബാക്കായിട്ട് ബറവ് ചാൻസസ് അല്ല യാറാ. അതുക്കും റെസ്പോൺസിബിലിറ്റി ഏത് സ്കൂളായിട്ട് കയറ്. അപ്പം സ്കൂളുണ്ട് ചൊല്ലുമ്പോഴത്തൂ ഇതിലിപ്പോൾ സ്കൂളും അത് ഇതെല്ലാം നടപ്പാട്ടറങ്ങല്ല ഇക്കുവാറ്, അതിനങ്ങനെ നാ ദൂരണ്ടല്ല. റൈറ്റ്, അപ്പം അതിൽ എല്ലാത്തിലും ഈ സ്കൂൾസ് അത് ഇതിലെല്ലാം ഇക്കുമ്പോഴത്തൂ ആ ഒരു ഞങ്ങൾ സ്കൂൾസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കരുത് എല്ലാം എടുക്കരുത് നല്ലതായിട്ടിക്കറ്. കാരണം ഇത് എല്ലാം ഒരു കിടാവുരെ ലൈഫിലായിട്ടിക്കറ ഞങ്ങൾ കളിക്കരുത്, അല്ലെങ്കിൽ ഒരു ലൈഫായിട്ടിക്കറ്. കൂടെ ഒരു ഹാപ്പിനെസ്സും നല്ലൊരു എൻവയോൺമെൻറ്റും നല്ല ക്രൗഡഡ് അല്ലാത്ത ക്ലാസ് റൂംസും നല്ല ഹാപ്പിനെസ് കിട്ടുന്ന ക്ലാസ് റൂംസ് അത് എല്ലാം ആ സൗകര്യം അത് ഇതെല്ലാം സ്കൂൾസിലെ മാനേജ്മെൻറ്റ് ആ ടൈപ്പിലാക്കി കൊടുത്തെങ്കിൽ
മക്കൾക്കും ഇങ്ങനത്തെ നിങ്ങളെ മാനേജ്മെന്റ്ക്ക് ഇങ്ങനെ പഠിക്കില്ല ഓരോ പേരൻസിനെ കംപ്ലൈന്റ് കേൾക്കുന്ന ആവശ്യകത വരല്ല. അത് കേട്ടിക്കറ് ലൈവിലേ ನಾನು ഈ വിഷയം എല്ലാം ನಾನು ಎಂದರಾಕೊಂಡುಳ್ಳ ഡിസ്കഷൻ ആക്കിക്കൊണ്ടുള്ള. പിന്നെ ഇതില് നേരെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആവശ്യകത എന്തുമില്ല. ഇതെന്തൊരു സ്കൂളിലും അങ്ങനെയില്ല ഇങ്ങനെ ആക്കി കൊടുക്കല്ലേ അത് ഇതല്ല. ആ നെഗറ്റീവ് ಮೆಂಟಾಲಿಟಿಯಲ್ಲಿ എടുക്കുന്നതിലല്ല ನಾನು ಈ ഒരു ഡിസ്കഷൻ ആക്കിക്കൊണ്ടുള്ള. ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കില്ലതായിട്ട് കാരണം ഇതിനെ മക്കളെ ഒരു ഫ്യൂച്ചറായിട്ട് ഇത്. ഓക്കെ, അപ്പൊ ഒരു റീസൺ ನಾನು എന്തൊരു ചൊന്നേ സ്കൂളിലെ ഓവർ ക്രൗഡഡ് ക്ലാസ് റൂം, തിങ്ങിയ ക്ലാസ് റൂം, എപ്പം ഇപ്പറിപ്പുറം മുട്ടായിട്ട് അതിനപ്പുറം ഇപ്പുറമുള്ള സൗകര്യങ്ങളില്ല. ആ ഒരു ഇതിലുള്ള ക്ലാസ് റൂമിൽ പഠിക്കരെ മക്കളും മക്ക ബാക്ക്വേർഡ് ആവുക സാധ്യತೆ ಯಾರಾ. ನೆಕ್ಸ್ಟ್ ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് റിലേഷൻഷിപ്പ്. നുപ്പാട്ട ನಾನು കഴിഞ്ഞ ലൈവിലെല്ലാം ನಾನು ചൊന്നത് ഏത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് റിലേഷൻ. ഇതില് ನಾನು ചൊല്ലത് ഏത് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് റിലേഷൻ. റൈറ്റ്. അപ്പൊ അത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടേക്കറ്. അപ്പൊ ഈ ടീച്ചേഴ്സ് പേരൻസ് റിലേഷൻ എങ്ങനെ അത് ക്രിയേറ്റ് ആക്കറ്? അത് മുത്തുമക്കള് റിസൾട്ട് അത് ഇത് എല്ലാം പെർഫെക്റ്റ് ആയെങ്കിൽ, നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഈ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ആവുക. എസ് ആർ നോ ഒക്കെ അല്ലേ? ഞങ്ങൾക്കിടാവും എക്സാമ്പിൾ, ഞങ്ങൾക്കിടാവും ഇപ്പൊ പഠിപ്പില്ല അതിൽ ഇതിൽ എല്ലാത്തിലും നല്ല സ്മാർട്ട്, ആ സ്കൂളിലുള്ളതായെങ്കിലും അങ്ങനെ നല്ല ഔത്തു വന്നിട്ടും നല്ല ആക്റ്റീവ് ആവുക, നല്ല വിഷയത്തിൽ അവിടെ ടീച്ചേഴ്സ് ഏതെല്ലാം ആ ഹോംവർക്കാ അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ആ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അത് ഇത് എല്ലാം ഒരു വലിയൊരു എന്തൊരു സ്ട്രെസ് എടുക്കാണ്ട് നല്ല ഹാപ്പിയിൽ ಅವನು ಔತು ಬಂದ ಟೈಂಗಲು ಹಾಕರ പിടിക്കറ അത് ഈ ഔത്തരങ്ങൾ ടൈം അങ്ങനെ കുറേ ഹോംവർക്ക് ആക്കല, ബുക്ക് ഇടല, ബാഗ് ഇടല, ഇങ്ങനെ കുറേ അങ്ക് സ്ട്രെസ് കൊടുക്കാണ്ട് ആ ഒരു ടൈപ്പിൽ ആക്കറേ ഒരു എൻവയോൺമെന്റ് ഒരു സ്കൂളിലും ഇന്നെങ്കിൽ അത് ഒരു ഔത്തും ആ ഒരു ടൈപ്പിലെല്ലാം കണ്ടെങ്കിൽ ഈ പാരൻസ് ರಂಗ എന്തരാക്കറാറ് ടീച്ചേഴ്സറായെങ്കിലും നല്ല റെസ്പെക്റ്റ് ആക്കറാറ്, അങ്ക് നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അതായത് സ്ട്രോക്ക് കൊടുക്കറാറ്. ആ ഇപ്പം കിടാവല്ല നല്ല ഉഷാറായിര നീ ഏതെല്ലാം ആക്ടിവിറ്റീസ് അത് ഇതെല്ലാം കൊടുക്കറാറ് അത് എല്ലാം നല്ല ഹാപ്പിയിൽ വന്നിട്ട് സന്തോഷത്തിൽ അവന് വന്നിട്ട് ആക്കറ. ഹോംവർക്ക് ആവട്ടെ അതർ പ്രൊജക്റ്റ് വർക്ക് ആവട്ടെ എല്ലാം അവನು നല്ല മനസ്സ് സമാധാനത്തിൽ സന്തോഷത്തിലേ അവൻ ആക്കിക്കൊണ്ടുള്ളാണ്ട് ചെന്നിട്ടു അതിന് ഓരോ ഡീറ്റെയിൽസ് അത് ಎಂದರವರಾರು ഇങ്ങനെ പേരൻസ് ಟೀಚರ್ಸ್ರ ಕಾಣಂಬತ್ತುಗು ಆ ಸಂತೋಷ ಎಲ್ಲ ಟೀಚರ್ಸ್ರೊಟ್ಟಿಗೆಲ್ಲ ಚೊಲ್ಲಂಬತ್ತುಗು ಟೀಚರ್ಸ್ಗೆ ಎಂದರೈತೆ നല്ല ഒരു എനർജറ്റിക് ആയിട്ട് നല്ല ഒരു ഹാപ്പി ആവರು. പിന്നെ ആ ടീച്ചർ ആ കിടാവരൊട്ടിಗೆ ഈ പാരന്റ് കിടാവരൊട്ടിಗೆ ആയെങ്കിലും അങ്ങനെ നല്ല കമ്മ്യൂണിക്കേറ്റ് നല്ല ഒരു റിലേഷനും അവിടെയും ഇതിൽ ക്രിയേറ്റ് ആവും. അപ്പം അത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ക്രിയത് ടീച്ചേഴ്സ് പേരൻസ് തമ്മിലുള്ള റിലേഷൻ. അത് പക്ക ആകുമ്പോഴത്തേക്കും മക്കൾക്ക് ഇനി എന്ത് ഇന്നെങ്കിലും അങ്ങ് ഓപ്പണായിട്ട് ഉൽഗത്തിൽ ഈഗോ വെച്ചിട്ടൊന്നും ഉണ്ടൊരു ആവശ്യകത്തൊന്നും പണ്ടില്ല. ഓപ്പണായിട്ട് അങ്ങ് ഉള്ള വിഷയ ഉള്ള പോലെ ഇൻഡിവിജ്വലായിട്ട് മക്കളെ എതിർൽ ചൊല്ലാണ്ട് മക്കളെ എതിർൽ ചൊല്ലത് ചൊല്ല ഏത് നല്ലത് മക്കളെ നല്ലത് അല്ലെന്നെങ്കിൽ മക്കളെ എതിർൽ ചൊന്നിട്ടു ആ ഒരു ടൈപ്പിലുള്ളത് എന്തെങ്കിലും സൂചന ആക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചൊല്ലുകയെന്നെങ്കിൽ മക്കളെ പുറത്താക്കിയിട്ട് ഇങ്ങനെ ഇടയിൽ അപ്പറ ഇപ്പറ മുണ്ടിട്ട് ಅದಕ್ಕುള്ള സൊല്യൂഷനും കണ്ടെത്തുകയല്ല ಅವರು. അത് മുഖാന്തര ഈ മക്ക പഠിപ്പിലും ബാക്ക്വേർഡ് വരാണ്ട് പഠിപ്പിലും നല്ല എന്തരാവുറാറ് നല്ല ഉഷാറാവുറാറ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയ ഇത്രത്തോളം ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയത് സ്കൂളിന്റെ കാരണം കൊണ്ടിട്ടു മക്ക ബാക്ക്വേർഡ് ആവുകയുള്ള റീസൺ ആയിട്ടിക്കറ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്കഷൻ ആക്കറേ ഫാമിലിയുടെ കാരണം കൊണ്ടിട്ടു മക്ക എന്തരത്തിലല്ല ബാക്ക്വേർഡ് ആവുക ചാൻസസ് ഉണ്ടോ അത് ഞങ്ങൾക്ക് നെക്സ്റ്റത്തെ ലൈവിലും ഡിസ്കഷൻ ആക്കാം. നൈസ് ടു മീറ്റ് യു. സീ യു അഗൈൻ. ബൈ.
InLight India, the right support for every student.